ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേരളത്തിലെ എല്ലാ ഡിസൈനേഴ്സും വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ കേരളത്തിലെ ഡിസൈനേഴ്സിന് വേണ്ടി ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ആൾക്കാർ നമ്മൾ നിരന്തരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മറ്റും ചാറ്റ് ചെയ്യുകയും വോയിസ് അയക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ UXUI എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ചാനലിൻ്റെ കൂടെ പേരുണ്ടെങ്കിൽ കൂടിയും എല്ലാം UXUIക്കാരല്ല നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. കേരളത്തിലെ ഗ്രാഫിക് ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ ചാറ്റിൽ വന്ന് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്രിയേറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ, ഡിസൈനിങ് പശ്ചാത്തലമുള്ള ആൾക്കാരെ UXUI എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ഒരു മേഖല മനസ്സിലാക്കുക, അതിനോടൊപ്പം ഇതും കൂടെ അവർ മനസ്സിലാക്കുക, പഠിച്ച് വലിയ കമ്പനികളിൽ നല്ല ശമ്പളത്തിലൊക്കെ നല്ല ജോലി കിട്ടുക, നല്ല രീതിയിലുള്ളൊരു നല്ല ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് പല മേഖലയിലുള്ള ആൾക്കാരും, പ്രത്യേകിച്ചും ഗ്രാഫിക്സിൽ ഒക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ അടുത്ത കാലത്തായിട്ട് വന്ന് നമ്മളോട് ചാറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, അവർ പല സ്ഥലങ്ങളിലും ഡിസൈൻ ചെയ്ത് ചീറ്റ് ചെയ്യപ്പെടുന്നു. അതായത് പല സ്ഥലങ്ങളിലും അവർ ഡിസൈൻ ചെയ്ത് അവർ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയതും ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം എന്നെ കൊണ്ടുവക്കുന്ന എളിയ രീതിയിലുള്ള ചില സൊല്യൂഷൻസുകളും. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് ആദ്യമേ തന്നെ പറയുന്നത്, നമ്മുടെ ചീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ചീറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ലിങ്ക്ഡിനിലോ ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം പുതുതായിട്ട് ഈ ഒരു ചീറ്റിംഗ് പ്രവണതയായിട്ട് വരുന്നു. അതായത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇടുക, ഇതിൽ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഡിസൈനേഴ്സിൻ്റെ ഗ്രൂപ്പിലോ മറ്റോ ഒക്കെ പോയി ഒരു ചാറ്റ് ഇട്ടിട്ട് ഇതിൽ നല്ലപോലെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ കണക്ട് ചെയ്യുക, ഞങ്ങൾക്ക് ഇത്ര പോസ്റ്റർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇത്ര സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇടുക. ഇത് കണ്ടുകൊണ്ട് കുറേ കുട്ടികൾ അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ അത്യാവശ്യം വർക്ക് ഇല്ലാതിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അതിന് പോയി അവരുമായിട്ട് കണക്ട് ചെയ്യുകയും അതിനുശേഷം ഈ കണക്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ട് അവരൊരു 5-6 കുറച്ച് പോസ്റ്ററുകൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. ആ പോസ്റ്ററുകൾ ചെയ്തുകൊണ്ട് ആദ്യമേ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് പോലെ ആദ്യം കുറച്ച് വർക്ക് ചെയ്ത് അവർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം യാതൊരു കാരണവശാലും അവർ റിപ്ലൈ ചെയ്യാതിരിക്കുക. അത് കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ ഒന്നുമില്ല, പൈസ തരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയില്ല. അതോടുകൂടി ആ ചർച്ച അവിടെ സ്റ്റോപ്പ് ആകുന്നു, അവർക്ക് 5-6 പോസ്റ്റ് കിട്ടുന്നു. ഓക്കെ, അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ആവുന്നതായിട്ട് ഒരുപാട് പേര് പറയുന്നു. അതുപോലെ തന്നെ ലിങ്ക്ഡിനിലൊക്കെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ കുറച്ച് സ്റ്റാൻഡേർഡായ കുറച്ച് പ്രൊഫൈലൊക്കെ വെച്ചിട്ട് അവർ വന്ന് ഇതുപോലെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു, എൻ്റെ കമ്പനിയിൽ ഇതുപോലെ UX ചെയ്യണം, ഇന്ന രീതിയിലൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിന് നിങ്ങൾ ഇഷ്ടമാണത്, നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു ഇഷ്ടപ്പെട്ടു, അത് നിങ്ങളുടെ കുറച്ച് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും 1-2 ടെസ്റ്റ് വർക്കുകൾ കൊടുക്കുക. ടെസ്റ്റ് വർക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ സമയം കണ്ടെത്തി അത് ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു പ്രൊഫൈലിൽ നിന്നും യാതൊരു കണക്ഷനും കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ തന്നെ ഇത് ചീറ്റിംഗ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഡിസൈനേഴ്സിൻ്റെ ഒരു ചാനൽ എന്ന നിലയിൽ നമ്മളിവിടെ ഇത് ചർച്ച ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രവണത എല്ലാ ഡിസൈനേഴ്സും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രവണതയ്ക്ക് എപ്പോഴും ഓർക്കുക, നിങ്ങളെ ഏതൊരു ടൈപ്പ് ഓഫ് പ്രോജക്ട്സുകൾക്ക് വേണ്ടി ആരും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്താലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല രീതിയിൽ അസസ് ചെയ്തതിന് ശേഷം, അയാളെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് വേണ്ടി പ്രോജക്റ്റ് ചെയ്യാനായി നിൽക്കാവൂ. അതുപോലെ തന്നെ യാതൊരു കാരണവശാലും ഒരു സീറോ ബാലൻസിൽ, അതായത് ഒരു പൈസ പോലും മേടിക്കാതെ ഡിസൈൻ ചെയ്യുക എന്നുള്ള ടെൻഡൻസി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസൈനേഴ്സും മാറ്റിയെടുക്കണം. ആ ഒരു ചിന്താഗതിയാണ് പല ആൾക്കാരും ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. എന്ത് ഡിസൈൻ പ്രോജക്റ്റ് ചെയ്താലും ആ വ്യക്തിയിൽ നിന്ന് കുറഞ്ഞത് ഒരു 50% എങ്കിലും ഒരു അഡ്വാൻസ് എമൗണ്ട് മേടിക്കുക. അത്രയും തരാൻ കഴിവില്ലാത്ത അറിയപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25% എങ്കിലും നമ്മളെപ്പോഴും അഡ്വാൻസ് കൈപ്പറ്റിക്കൊണ്ട് എന്തൊരു ഡിസൈൻ പ്രോജക്റ്റും നിങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ അഡ്വാൻസ് കരസ്ഥമാക്കി നിങ്ങൾ വർക്ക് ചെയ്തിരുന്നാലും ആ ചെയ്യുന്ന വ്യക്തിയെ അതിന് മുന്നേ തന്നെ നിങ്ങൾ കുറച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കണക്ട് ചെയ്യുന്നൊരു വ്യക്തിയുടെ പ്രൊഫൈൽ നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ID ആണ്, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടൊരു വെബ്സൈറ്റ് അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺടാക്റ്റിംഗ് നമ്പറുണ്ട്. ഇത്തരം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അഥവാ അതിൽ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിൽ നിങ്ങൾ കണക്ട് ചെയ്താലോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയാലോ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനും കഴിയണം. പല ആൾക്കാരും ഫേക്കായിട്ട് ID ഉണ്ടാക്കി മറ്റുള്ളവരുടെ പ്രോജക്ട്സുകളൊക്കെ അതിനകത്ത് കൊണ്ടിട്ട് ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഫേക്ക് അക്കൗണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള നിങ്ങളുടേതായിട്ടുള്ളൊരു കോമൺ സെൻസ് വർക്കൗട്ട് ചെയ്തതിന് ശേഷമേ അത്തരം വ്യക്തികളിലേക്ക് നിങ്ങൾ ഡിസൈൻ പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാകാവൂ.
അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ഇത്തരം ചീറ്റിങ്ങൾക്ക് നിങ്ങൾ ആദ്യം തന്നെ ഇന്നു മുതലേ മാനസികമായിട്ട് ഒരു പ്രിപ്പറേഷൻ എടുത്തുകൊള്ളുക. നിങ്ങൾ ആർക്ക് ചെയ്തിരുന്നാലും അത് ആ ഒരു ക്ലയൻറ്റിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അത്യാവശ്യം മനസ്സിലാക്കിയേ ചെയ്യൂ. അഥവാ ചെയ്യുക മാത്രമല്ല, അതിൽ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു പ്രവണത നിർബന്ധമായിട്ടും നിങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ കൊണ്ടുവരണം. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ജോബ്, നിങ്ങൾ ചെയ്യുന്ന ഡിസൈനിങ് ജോബ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ജോബാണ് എന്നുള്ള ഒരു വലിയൊരു മനോഭാവം നിങ്ങൾ ആദ്യമേ കെട്ടിപ്പടുക്കണം. നിങ്ങൾ ചെയ്യുന്ന ജോലി ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആൾക്കാർക്ക്, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രൊഫഷൻ്റെ ഒരു ഗുഡ് വിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ പേ ചെയ്യാനും പൈസ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനും ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പായി വരും. ഓക്കെ, അപ്പോൾ എന്ത് കാരണവശാലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചാറ്റുകൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അതിന് മനസ്സിലാക്കി മാത്രം പ്രോജക്റ്റിന് വേണ്ടി നിങ്ങൾ സമീപിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള മറ്റൊരു ചീറ്റിംഗ് മെത്തേഡ് എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ചീറ്റിംഗ് ത്രൂ ജോബ് ഇൻ്റർവ്യൂ ടെസ്റ്റ് പ്രോജക്റ്റ്. അതായത് പല ആൾക്കാരെയും ഒരു കുട്ടികൾക്കൊക്കെ തന്നെ ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അയക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ, അപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരു മെയിൽ വരിക അല്ലെങ്കിൽ ഒരു കോള് വരിക. അതിനുശേഷം അവരുടെ അടുത്ത് പറയുന്നു, ഇന്ന കണക്ക് നിങ്ങൾക്ക് ഇത്ര ഒരു ജോബ് ഓഫർ ചെയ്യാനാണ്. ആ ജോബിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങൾ ഈ തരുന്ന ടെസ്റ്റ് പ്രോജക്റ്റുകൾ ചെയ്ത് അയച്ചു തരിക. ടെസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് പല ആൾക്കാരും തരുന്നത് അവരുടെ പല ക്ലയൻസുകളുടെയും പ്രോജക്റ്റ് തന്നെയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ പ്രോജക്റ്റ് തന്ന് ചെയ്യിക്കുന്നു. ചിലരൊക്കെ തന്നെ അതിന് നല്ലൊരു ഫീഡ്ബാക്കൊക്കെ കൊടുക്കുന്നു, നിങ്ങളെ അറിയിക്കാമെന്ന് പറയുന്നു. പക്ഷേ യാതൊരു തരത്തിലും പിന്നെ അവർ കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ പ്രോജക്റ്റ് അവരുടെ ക്ലയൻസിന് അവർ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി അവർ അത്തരത്തിൽ ബിസിനസ് ലെവലിലേക്ക്, അതിൻ്റെ വേറെ ലെവലിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ചെയ്തു കൊടുത്ത നമ്മുടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത ആ ഒരു ഉദ്യോഗാർത്ഥിയെ പിന്നെ അവിടെ ലിസ്റ്റിൽ പോലും വരുന്നില്ല. അദ്ദേഹം കിട്ടുമെന്ന പ്രതീക്ഷയിൽ 2 ദിവസം കാത്തിരിക്കുന്നു, പിന്നെ ഇത് മറന്നു പോകുന്നു, അടുത്ത കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെൻഡൻസി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത കമ്പനിയിൽ നിന്ന് തന്നെ ആണോ നിങ്ങളെ കണക്ട് ചെയ്തത് എന്നുള്ളത് ഫസ്റ്റിൽ ഉറപ്പുവരുത്തുക. ഇനി അപ്ലൈ ചെയ്ത കമ്പനി എന്ന് പറയുന്നത് വാലിഡ് കമ്പനിയാണ്. നേരത്തെ പറഞ്ഞ പോലുള്ള വാലിഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സ് ഉണ്ട്. ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് മുമ്പേ തന്നെ വിലയിരുത്തിയതിന് ശേഷമേ അപ്ലൈ ചെയ്യാവൂ. ഇനി അപ്ലൈ ചെയ്ത ആൾക്കാർ ടെസ്റ്റിന് വേണ്ടി നമ്മളോട് അയച്ചു തരുമ്പോൾ ഓർക്കുക, ഒരു പ്രോജക്റ്റ് നമ്മുടെ ഒന്നിൽ കൂടുതൽ പേജുകൾ ചെയ്തൊരു എൻറ്റയർ ഫ്ലോ അവർ ചെയ്യിക്കാൻ മിക്കവാറും നിൽക്കാറില്ല. അത് ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും UI ആണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് ഒരു ഫസ്റ്റ് കട്ട് ഡിസൈൻ്റെ ആവശ്യമുള്ളൂ നിങ്ങളുടെ ഒരു ടാലൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ ചെയ്യിച്ചാൽ ആ വെബ്സൈറ്റിൻ്റെ 5 പേജുകളും 6 പേജുകളും ഒക്കെ ഫുള്ള് ചെയ്യിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുക, അത്രയും ചെയ്ത് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം ഒരു കമ്പനിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജ് മതി നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സെൻസും നിങ്ങളുടെ വിഷ്വൽ സെൻസും നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഡിസൈനർ എന്നല്ലേ. ഇനി ഒരു UX ചെയ്താൽ പോലും UXലെ ഒരു ബേസിക്കൽ ഒരു സ്ട്രക്ചർ അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്ന ഒരു കേസ് സ്റ്റഡിയുടെ ഒരു മെത്തേഡ് നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ എത്രമാത്രം UX സെൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി മനസ്സിലാക്കാൻ. അപ്പോൾ ഇതെല്ലാം A to Z ചെയ്തൊരു പ്രോജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്ത് കൈ കൊടുക്കുമ്പോൾ ഓർക്കുക, ഇത് നമ്മൾ ചെയ്യുന്ന കമ്പനി വാലിഡ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടേ അത്തരം ഒരു നീണ്ട സമയം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറിനുള്ളിൽ തരേണ്ട ഒരു ടെസ്റ്റിനെ 2 ദിവസം 3 ദിവസമായിട്ട് ഒരു എൻറ്റയർ പ്രോജക്റ്റ്, ഒരു ഫുൾ പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു അഷ്വറൻസ് മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യാവൂ. അല്ലാതെ ജോബ് ഇൻ്റർവ്യൂ ആണ് എന്ന് കേട്ടുകൊണ്ട് അപ്പോഴേ തന്നെ നമ്മുടെ ഫുൾ മാനഫേർട്ടുകളും നമ്മുടെ സമയമെല്ലാം അതിനുവേണ്ടി മാറ്റിവെച്ച് ജോബ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അതിനോട് കൂടുതൽ അർത്ഥമില്ല. നിങ്ങൾ ചെയ്യുന്ന വാലിഡ് അല്ലാത്ത ജോബ് ഇൻ്റർവ്യൂകളോ അറിഞ്ഞുകൂടാത്ത കമ്പനീസുകളോ ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം ചീറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ പ്രോജക്റ്റുകൾ ചെയ്തയക്കുമ്പോൾ ഇത്തരത്തിൽ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക, അതിനുശേഷം മാത്രം അയക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം നിരന്തരമായിട്ട് പണ്ട് മുതലേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള പല ഫ്രണ്ട്സുകളുടെയും ബന്ധുക്കാരുടെയൊക്കെ നിരന്തരമായിട്ടുള്ളൊരു ശല്യം. ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരോടും നിങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ റിലേഷനിൽപ്പെട്ട പല ആൾക്കാരും നമ്മളെ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. ഫ്രണ്ട്സ് ആയിരുന്നാലും ഒക്കെ തന്നെ പെട്ടെന്നൊരു വർക്ക് ചെയ്യിപ്പിക്കുക, പെട്ടെന്നൊരു ഫോട്ടോഗ്രാഫി എടുത്ത് അവന് ആ ഒരു സമയം, ഒരു കുറച്ച് സമയം മതി എന്നുള്ളൊരു പേരിൽ നമ്മളെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിച്ച് അവരൊരു ഫ്രണ്ട്ഷിപ്പിലോ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരു ഫിനാൻഷ്യൽ ലെവലിൽ ഒരു തരത്തിലും നമുക്ക് ബെനിഫിറ്റ് ഇല്ലാതെ
ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ പണികൾ ചെയ്യിപ്പിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്നൊരു ടെൻഡൻസി കേരളത്തിൽ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. ഇതും ഡിസൈനേഴ്സായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. റിലേഷൻഷിപ്പൊക്കെ നല്ലതാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർക്ക് ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയാൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു പരിധിക്കപ്പുറം സമയം സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ വളരെ റിലേഷൻഷിപ്പ് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വളരെയേറെ നമുക്കുള്ള വളരെ തിക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളൊരു ചെറിയ വർക്ക് ചെയ്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് പോലെ അല്ല. പക്ഷേ പല തരത്തിലുള്ള മറ്റുള്ള റിലേഷൻഷിപ്പിൽ പെട്ടവരും നമ്മുടെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മറ്റുമൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കായിട്ട് എന്തെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊരു റിക്വസ്റ്റ് വന്നാൽ, പ്രത്യേകിച്ചും പുതുതായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടത് അത്തരത്തിൽ അവർക്കായി സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ആ ചെയ്യുന്ന സമയത്തിന് നല്ലൊരു വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടോ മറ്റോ വെറുതെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ ചീറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു 3 രീതികളും കേരളത്തിൽ സജീവമായ രീതിയിൽ ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ ചീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഏരിയകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ 3 ഏരിയകൾ ആദ്യം തന്നെ ഞാനിങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ഇത് ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ പ്രോജക്റ്റുകളില്ല അല്ലെങ്കിൽ വർക്ക് കിട്ടുന്നില്ല എന്നുള്ള കാരണത്താലാണല്ലോ പല ആൾക്കാരും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളുടെ പുറകെ പോകുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ നിൽക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടുന്നത് അത്തരത്തിൽ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കുമ്പോൾ ആ വേസ്റ്റ് ആക്കുന്ന സമയം നിങ്ങൾ നമ്മുടെ ലോകത്തിലെ തന്നെ മികച്ച പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ആ ഒരു സമയം നിങ്ങൾ കുറച്ച് നേരം അപ്വർക്സിനകത്ത് പോയി നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനകത്ത് ആദ്യമേ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ആദ്യത്തെ 2 ദിവസം പ്രോജക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡിസപ്പോയിൻറ്റഡ് ആവാതെ എല്ലാ ദിവസവും നിങ്ങൾ ഇതേപോലെ കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ വളർന്നുകൊണ്ടിരിക്കും. അതേപോലെ ഫൈവറിൽ പൊയ്ക്കോളുക. കുറച്ച് സമയം ഡെയിലി നിങ്ങൾ ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നോളും. അതുപോലെ അന്നേരം കിട്ടുന്ന പ്രോജക്റ്റുകളും അപ്പോൾ കിട്ടുന്ന കുറച്ച് പൈസകൾ എന്നുള്ള ലെവലിൽ മാത്രം ചിന്തിക്കാതിരിക്കുക. അത്തരത്തിൽ ചിന്തിച്ച് അപ്പോൾ കിട്ടുന്ന കുറച്ച് പൈസയിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ തീർക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു ബിഗ് പ്രൊഫൈൽ, ഒരു വലിയൊരു പ്രൊഫൈൽ എന്ന് പറയുന്ന ലോകമെമ്പാടും വേണ്ടുന്നൊരു പ്രൊഫൈലാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അത് പതുക്കെ വളർത്തിയെടുത്താൽ ആ ഒരു പ്രൊഫൈൽ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രോജക്റ്റുകളുടെ അല്ലെങ്കിൽ വലിയ ക്ലയൻസുകളെ ഒപ്പിക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുറച്ച് സമയമെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊഫൈലുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇനി മറ്റുള്ള ലെവലിൽ നിങ്ങൾക്ക് പ്രോജക്റ്റുകൾ ചെയ്തിട്ടേ പറ്റൂ എന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 99 ഡിസൈനാണ്. ഇവിടെ വന്നോളുക. നിങ്ങളിവിടെ വന്ന് ഇവിടെ ഇഷ്ടംപോലെ ആവശ്യത്തിൽ കൂടുതലാണ് ഡിസൈൻ കോൺടെസ്റ്റുകൾ നടക്കുന്നത്. ഡിസൈൻ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക. ഡിസൈൻ കോൺടെസ്റ്റിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വിൻ ചെയ്ത് വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് വിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് പഠിക്കാം. ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇടാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള തുടക്കക്കാർക്കൊക്കെ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ഫ്രീലാൻസ് നമുക്ക് നേരത്തെ ഉള്ള പണ്ടുമുതലേ ഉള്ള കുറേ വെബ്സൈറ്റുകളിലൊന്നാണ് freelance.com. ഇതിലൊക്കെ തന്നെ ഇപ്പോഴും പല ആൾക്കാർക്കും ഒരുപാട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു തോന്നുന്നുണ്ട്. എന്നിരുന്നാലും അതിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഇന്ന് ലോകമെമ്പാടും നടക്കുന്നുണ്ട്. നമ്മളതിൽ സമയം കണ്ടെത്തി അതിനകത്ത് നല്ലൊരു പ്രൊഫൈൽ നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് നമുക്കിതിൽ ഡിസപ്പോയിൻ്റ് ആവുന്നത്. പക്ഷേ ഇതിൽ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് പ്രോജക്ട്സ് കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ സമയം ചെയ്തു ആ ഡിസൈൻ ഉണ്ടാക്കി നിങ്ങൾ വെറുതെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇട്ടേക്കുന്നതിന് പകരം അപ്ലാപ്സ് പോലുള്ള വെബ്സൈറ്റിലേക്ക് കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുക. ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ഇട്ടിരുന്നാൽ മറ്റുള്ളവർ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡിസൈൻ ക്വാളിറ്റി നല്ലതാണെങ്കിൽ മറ്റുള്ളവർ അത് പർച്ചേസ് ചെയ്യുന്നു ഇവിടെ നിന്ന്. ആ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുമാനമായി മാറും. ഓക്കെ, അപ്പോൾ ചെറിയ ക്ലയൻസിന് വേണ്ടിയിട്ട് വെറുതെ ചെറിയ പോസ്റ്ററുകൾ ചെയ്തുകൊണ്ട് 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ വേണ്ടിയൊക്കെ ഡിസൈൻ ചെയ്ത് കളയുന്ന സമയങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങളിതൊരു മാർക്കറ്റിലാണ് കൊണ്ടിടുന്നത്. ആ മാർക്കറ്റ് ചിലപ്പോൾ പിന്നീട് വളർന്നു വലുതായി നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസിനെയും ഒരുപാട് പൈസ സമ്പാദിക്കാനുള്ളൊരു വഴിയായിരുന്നിരിക്കാം. അതുപോലെ എല്ലാ ഡിസൈനേഴ്സും ഒരു ലെവലിനപ്പുറം വളർന്ന എല്ലാ ഡിസൈനേഴ്സും ഓർത്തിരിക്കുക, നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻ പ്രോജക്റ്റുകൾ, ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗംറോഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വന്നൊരു ഫ്രീ അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ആ ഡിസൈൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് വിൽക്കാനായിട്ട് ആ ലിങ്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല ആൾക്കാരിലേക്ക് എത്തിക്കുക. ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അക്കൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്ത ഡിസൈൻ പ്രോജക്റ്റുകൾ മറ്റുള്ളവരുടെ മുമ്പിലെത്തിയാൽ ഗംറോളിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു മാർക്കറ്റ് ഉണ്ടാക്കി അത് കച്ചവടം ചെയ്യാനും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കുക, ഡിസൈൻ ചെയ്യുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്ത് പൈസ കിട്ടാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ചെയ്ത് പൈസ നമുക്ക് ആവശ്യത്തിന് വരാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ വ്യക്തികളുടെ പോസ്റ്റുകൾ കണ്ട് അവരുടെ പുറകെ പോകുന്നതും അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് സമയം കളയേണ്ടിയൊക്കെ വരുന്നത്. അപ്പോൾ ആ കളയുന്ന സമയം ഇതുപോലുള്ള പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വലിയൊരു പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇൻഡസ്ട്രിയുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് യാതൊരു കാരണവശാലും
ഫ്രീ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്തു കൊടുക്കുന്ന ടെൻഡൻസി ഒഴിവാക്കുക. എന്ത് ഡിസൈൻ ചെയ്തിരുന്നാലും, എത്ര അറിയപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നാലും, എത്ര അറിയപ്പെടുന്ന ക്ലയൻസുകളായിരുന്നാലും അതിലൊരു അഡ്വാൻസ് എമൗണ്ട് മേടിച്ചുകൊണ്ട് മാത്രം ഡിസൈൻ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ടെൻഡൻസി നമ്മൾ വളർത്തിയെടുക്കുക. ഇപ്പോൾ UI ഡിസൈനിങ്ങിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് ഇതുപോലെ ലിങ്ക്ഡിനിൽ വന്ന് ചീറ്റ് ചെയ്യുന്നത്. ലിങ്ക്ഡിനിൽ വന്നിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് തന്നിട്ട് ഡിസൈൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ജസ്റ്റ് ഒന്ന് വരച്ച് തന്നിട്ട് അതിനെക്കൊണ്ട് ചെയ്യിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഒരറിവും ഇല്ലാതിരിക്കുക. അങ്ങനെ ചീറ്റിംഗ് വളരെ വളരെ വലിയ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എല്ലാ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കളിൽ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ആശയം എത്തിക്കണം. അത് നമ്മുടെ ഡിസൈൻ കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ് പരസ്പരം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലും എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.